ആദിലയും നൂറയും ഷാനവാസും ഇവർ ഇത്രയും വൃത്തികെട്ട ആൾക്കാരാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഈ ശൈത്യ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പൊ ബിൻസി ഇവരൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയട്ടെ, പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ബിഗ് ബോസ് ഹൗസിന് അവരിനിയും മത്സരിക്കാനുണ്ട്, ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്, മത്സരം നടക്കുകയാണ് എന്ന് ചിന്തിച്ചിട്ടെങ്കിലും അവർ മിണ്ടാതിരിക്കണമായിരുന്നു. കാരണം പ്രേക്ഷകരുടെ വോട്ട് ഇതുവരെ അവസാനിച്ചിട്ടില്ല, ഇനിയും ദിവസങ്ങളുണ്ട്. അത് ആദിലയ്ക്കും നൂറയ്ക്കും പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഷാനവാസിന്റെ കാര്യം വിട്. കാരണം ഷാനവാസ് ബിഗ് ബോസ് ഗെയിം എന്താണെന്നൊന്നും അറിഞ്ഞിട്ട് വന്ന ആളൊന്നും അല്ല. അയാള് അന്നേരം തോന്നിയ കണക്ക് പെരുമാറുന്നു, അയാൾ ആരെയും വിശ്വസിക്കത്തുമില്ല, അയാളെ ഇട്ട് ആരും വിശ്വസിക്കുകയും വേണ്ട. പക്ഷെ എന്തായാലും ലൈവിൽ ഇപ്പോൾ നടന്നു തീർത്ത ഒരു കോൺവെർസേഷൻ ഉണ്ട്, മൊത്തം ഞാൻ കേട്ടിരുന്നു പോയി. ആദില, നൂറ, ശൈത്യ, ഷാനവാസ് ഇവര് ഇത്രയും പേരും അനുമോളെയും അനീഷിനെയും കുറിച്ച് പറയാവുന്ന എല്ലാ കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ശൈത്യ ഈ പറയുന്ന ആദിലയും നൂറയുടെയും കൂടെ തന്നെ നടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി അനുമോളെ തോൽപ്പിക്കാൻ ഇവർക്കേ കഴിയൂ എന്നുള്ളൊരു ധാരണയാണ്. അതായത് ശൈത്യയ്ക്ക് പുറത്ത് സംഭവിച്ച എല്ലാ സൈബർ ബുള്ളിങ്ങിന്റെയും കാരണക്കാരി അനുമോളാണ്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന രീതിയിൽ, എസ്പെഷ്യലി ആദിലയ്ക്ക് ഇതേ അവസ്ഥ ഉണ്ടാകും എന്ന രീതിയിൽ ആദിലയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് അനുമോളുടെ PR എന്ന് പറയുന്നത്, അനുമോൾ ഫാൻസ് അല്ല, അനുമോൾ PR എന്ന് പറയുന്നത് ഭയങ്കര പോയിസൺ ആണ്, അവര് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും എന്ന നിലയിലേക്ക് ആ ഒരു സിറ്റുവേഷനെ ഇവർ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ശൈത്യ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം നീ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ അവിടെ പുറത്ത് കഷ്ടപ്പെടുകയാണ് എന്ന് കിടന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ എന്തോ അനുവിന് പറഞ്ഞതിന്റെ പേരിൽ ശൈത്യ അവിടെ ആക്രമിക്കപ്പെട്ടു എന്ന ഒരു ഫീൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ബിഗ് ബോസ് ഹൗസിലെയും പുറത്തെ കാര്യവും അറിയാവുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ അനുമോളുടെ PR-ന് ഇത്രയും വിഷവും പവറും ഒക്കെ ഉണ്ടെങ്കിൽ ഈ അനുമോളിനെ ഈ പറയുന്ന എന്താ പറയാ ബാക്കി എല്ലാവരുടെയും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ പറ്റുമായിരുന്നല്ലോ. അനുമോളിനെ മാത്രം അങ്ങ് ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിട്ട് ബാക്കി ആർക്കും വോട്ട് കൊടുക്കാതിരിക്കായിരുന്നല്ലോ. ഇത് അങ്ങനെയല്ലല്ലോ. എന്തായാലും കോമ്പറ്റീഷൻ നമ്മൾ കാണുന്നതാണല്ലോ. ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ മാറി മറിയുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ PR അത്രയും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് മാത്രം വോട്ട് കൊടുക്കും, ബാക്കി ആർക്കും വോട്ട് കൊടുക്കാത്ത അത്രയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അനീഷിന്റെയും അനുമോളുടെയും ലവ് ട്രാക്ക് അതൊരു വലിയ വിഷയമാകുന്നുണ്ട്. അതിനകത്ത് ഷാനവാസ് ഇത്രയും വൃത്തികെട്ട മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയത് അനീഷിനെ ഇങ്ങനെയും കുറ്റപ്പെടുത്താൻ, അതായത് ഈ ലവ് സ്ട്രാറ്റജി പോലും അതൊരു സ്ട്രാറ്റജി ആക്കി എടുത്തത് പോലും അത് അനീഷിന്റെ ബുദ്ധിയാണെന്ന് പറയുന്നുണ്ട്. ശൈത്യ അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ശൈത്യ പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, എനിക്ക് അത് തോന്നുന്നില്ല, പിന്നെ ആര് നാടകം കളിക്കുകയാണെന്ന് അറിയത്തില്ല, പക്ഷേ എന്നാലും തോന്നാൻ സാധ്യതയുണ്ട്. കാരണം തുടക്കം തൊട്ടേ അനുമോള് അങ്ങനെ അനീഷിനെ മാത്രം വെള്ളം കൊണ്ട് കൊടുക്കുന്നു, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ അനീഷിന് ആശ്വാസമാകുന്നു. അപ്പൊ അനീഷേട്ടന് തോന്നിക്കാണുമായിരിക്കും, ജെനുവിൻലി തോന്നിക്കാണുന്നു, അത് അനുമോളുടെ കയ്യിലെ കുറ്റമാണ്, അനുമോളാണ് ഇങ്ങനെ തോന്നിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് അനുമോളുടെ ഭാഗത്തെ തെറ്റുമാണ്. അതേപോലെ തന്നെ അനീഷിന്റെ ഗെയിമാണ്, പ്രണയ നാടകമാണ്. അത് പ്രണയമൊന്നുമല്ല, വിവാഹാഭ്യർത്ഥന. 40-40 വയസ്സുള്ള ഒരാള്, അതും സെക്കൻഡ് മാരേജിൽ നിൽക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് ഒട്ടും ആലോചിക്കാതെ ഇങ്ങനെ അനുമോളെടുത്ത് വിവാഹാഭ്യർത്ഥന നടത്തുമോ? അങ്ങനെയൊക്കെ അങ്ങ് ഷാനവാസ് എടുത്തെടുത്തങ്ങ് ചോദിക്കുകയാണ്. ഇത് പ്രേക്ഷകരുടെ ഉള്ളിലും ഇതേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി പ്രേക്ഷകരും ഇതേപോലെ ചോദിക്കുന്നത് ഞാൻ കമന്റ്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ സ്ട്രാറ്റജി ആയിട്ടും ഗെയിമായിട്ടും കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും ഒക്കെ അഭിനയിച്ചു നിൽക്കാൻ ഈ 100 അല്ലെങ്കിൽ 95 ദിവസത്തോളം 95-ാമത്തെ ദിവസവും ആ തുടങ്ങിയ അതേ മെന്റാലിറ്റിയിൽ അഭിനയിച്ച് നിൽക്കാൻ അനീഷിനും അനുമോൾക്കും കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ ഒരു ഉറപ്പുണ്ടായത് കൊണ്ട് മാത്രം ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നുണ്ട് അനുമോള് തുടക്കം തൊട്ടേ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അനുമോള് തന്നെ അനുമോളെ ഒരു വിക്ടിമാക്കി മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നത്തിന് ഇരയായത് താനാണ് എന്ന് കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് റെപ്പറ്റീഷൻ ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അനുമോള് തന്നെ സ്വയം കരയുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ഒരു മാസത്തോളം അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒരാൾക്ക് സാധിച്ചു എന്ന് കരുതാം. പക്ഷേ അതിനകത്ത് അനുഭവിക്കുന്ന കുറേ കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കുറേ സിറ്റുവേഷൻസും വരുമ്പോൾ അനുമോള് എങ്ങനെ പോയാലും ശരി, അനുമോൾ എത്ര പഠിച്ച് ആ ഒരു ഫീൽഡിൽ വന്നാലും ഈ പറയുന്ന ലൈഫിൽ ഓരോ ദിവസങ്ങളും അത് പ്രെഡിക്റ്റബിൾ അല്ലല്ലോ. ഇപ്പം അനുമോൾ അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അനീഷ് അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്യും, എന്ത് പറയും എന്നുള്ളത് ഇവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം നമുക്ക് ഒരു മനുഷ്യർക്കും ഒരു മാസത്തിൽ കൂടുതൽ അഭിനയിച്ച് നിൽക്കാൻ കഴിയില്ല.
വീണ്ടും ഈ പറയുന്ന ശൈത്യ വീണ്ടും അനുമോളെ കുറിച്ച് പറയുന്നുണ്ട്. അനുമോളും പ്രവീണും തമ്മിലൊരു ലവ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് ഷാനവാസും നൂറയും കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നൂറ പറയുന്നുണ്ട്, അയ്യോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങുമ്പോൾ അറിയാം എന്തൊക്കെയാണ് സത്യം എന്തൊക്കെയാണ് കള്ളം എന്ന്. ഇവരിത്രയും പേരും സംസാരിക്കുന്ന സമയത്ത് സരികയുടെ അടുത്ത് അനുമോള് പോയി വിഷമം പറയുന്നുണ്ട്. എസ്പെഷ്യലി ആദില തന്നെ നിന്ന് മാറിപ്പോയതും ആദിലയും നൂറയും തന്നെ കുറിച്ച് അവിടെ മാറിപ്പോയി ശൈത്യയുടെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ഇതൊക്കെ അനുമോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അനുമോൾ സരികയെടുത്ത് പറയുന്നുണ്ട്. സരിക വന്നിട്ട് ആദിലയെ വിളിച്ചോണ്ട് പോയി അവർ ബെഡിൽ പോയി കിടന്നിട്ട് അവർ തമ്മിൽ ഇതേ കാര്യം പറയുകയാണ്. അതായത് ഈ പറയുന്ന അനുമോള് ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ ഈ സരിക ഉൾപ്പെടെ എല്ലാവരും സത്യത്തിൽ ഈ പറയുന്ന അനുമോളെ കുറ്റക്കാരിയാക്കുകയാണ്. ഈ ഒരു സീനിന് ശേഷം ഇവരുടെ ഈ ഒരു വലിയ ചർച്ചയ്ക്ക് ശേഷം ശൈത്യയും പ്രവീണും തമ്മിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് സത്യത്തിൽ ഇങ്ങനെ ഒരു കളത്തിൽ വന്നിട്ടില്ല. അതായത് ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നതിന് മുന്നേ തന്നെ ശൈത്യ എവിക്റ്റ് ആയിരുന്നു. പക്ഷെ പുറത്ത് പ്രവീണും ശൈത്യയും ഭയങ്കര കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നിട്ട് അവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത തരത്തിൽ അതിൽ അനുമോളും പ്രവീണും തമ്മിൽ ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളടുത്ത് അത് കേൾപ്പിച്ചിട്ടൊന്നുമില്ല. ഫുഡ് വിളമ്പി കൊടുക്കുന്നതൊക്കെ അനുമോള് പ്രവീണിന് വിളമ്പി കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വളരെ യൂഷ്വൽ ആയിട്ടുള്ള കുറച്ച് കാഷ്വൽ ടോക്സ് ഒക്കെ അനുമോള് പ്രവീണിൻ്റെ അടുത്ത് നടത്തുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ പ്രോഗ്രാം ഒക്കെ കിട്ടുന്നുണ്ടോ, എന്താണ് പുറത്തെ അവസ്ഥ, നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അനുമോള് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഒക്കെ കുറഞ്ഞോ, ഇപ്പോഴും ഉണ്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്നൊക്കെ ഇങ്ങനെ അനുമോള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവീൺ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് ടക്കെന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ശൈത്യയും പ്രവീണും തമ്മിൽ ബാത്റൂമിന്റെ ഏരിയയിൽ വന്നിട്ട് ഭയങ്കരമായിട്ടും അനുമോളെ കുറിച്ച് ഇങ്ങനെ അവള് ക്രൈ എന്നൊക്കെ പറഞ്ഞ് ഇരട്ടപ്പേരൊക്കെ ഇട്ട് നമുക്ക് കൺവേ ചെയ്യാം, നമുക്ക് അത് മനസ്സിലാകുന്ന കണക്കല്ല സംസാരിക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തിറങ്ങുന്ന സമയത്ത് എത്രത്തോളം അനുമോളുടെ നേരെ കുതിര കയറാൻ ചെല്ലും എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രത്തോളം എല്ലാവരും അനുമോളെ വെറുത്തു. അവർക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാൻ പറ്റാത്തതിന്റെ എല്ലാ ഫ്രസ്ട്രേഷൻസിന്റെയും അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയാത്തതിന്റെ എല്ലാത്തിന്റെയും കാരണക്കാരി അനുമോൾ മാത്രമായി മാറിയിരിക്കുകയാണ്. ഓഫ് കോഴ്സ് അനുമോൾ ആണ് കാരണം, അല്ലെന്ന് പറയുന്നില്ല. കാരണം വെച്ചാൽ അനുമോളുടേതായ ഒരു ഗെയിം സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ അനീഷിൻ്റെതായ ഒരു ഗെയിം സ്ട്രാറ്റജിയിൽ തന്നെ മുന്നോട്ട് കളിച്ചു പോകുന്നു. അതുകൊണ്ട് അവര് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയി മാറും. അപ്പോൾ ഇവർക്കാർക്കും ഫസ്റ്റും സെക്കൻഡും എത്താൻ കഴിഞ്ഞില്ല. അത്രയേ ഉള്ളൂ ആ ഒരു ദേഷ്യത്തിന്റെ ഒരു പകയുടെ വെറുപ്പിന്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത്. ഏതായാലും ഷാനവാസ് ഗംഭീരമായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയി വരാം. ബൈ.